ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത മത്തായി സുവിശേഷം 24 അധ്യായം അതിൻ്റെ 44 വാക്യം. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പി. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരുമൊത്ത് ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അത് 24 അധ്യായം 3 വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. അവൻ ഒലിവ് മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ലോകാവസാനത്തെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ദിവസം അല്ലെങ്കിൽ എന്നാണത് സംഭവിക്കുന്നത് എന്നത് ചോദിക്കുമ്പോൾ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയുന്ന അനേക ഭാഗങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എൻ്റെ വരവ് അത് നാഴികയോ നാളോ എനിക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. അത് പിതാവിൻ്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളതാണ് യേശു പറയുന്നത്. പക്ഷേ യേശു പറയുന്ന 1-2 ചിന്തകൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് യേശു അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ 4-5 മേഖലയിലാണ് ആ അടയാളങ്ങളെക്കുറിച്ച് പറയുന്നത്. ലോകത്തിൽ നടക്കുന്ന അടയാളങ്ങൾ, പ്രകൃതിയിൽ നടക്കുന്ന അടയാളങ്ങൾ, യഹൂദന്മാരിൽ, ജാതികളിൽ, ഇങ്ങനെ വേർതിരിച്ച് ഉള്ള അടയാളങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. എന്തുകൊണ്ട് ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് അവിടെ പറയുന്നത്, നനയ്ക്കാത്ത നാഴികയിൽ വരുന്നുവെന്ന്. എന്നുവെച്ചാൽ ഏതു സമയത്ത് വരുന്നുവെന്ന് പറയാൻ പറ്റില്ല. അപ്പം നനയ്ക്കാത്ത നാഴികയിൽ വരുന്നത് കൊണ്ട് നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതിന് 3 ഉപമകൾ യേശു പറയുന്നു. അപ്പം ജാതികളുടെ ഇടയിൽ നടക്കുന്നത്, യഹൂദന്മാരുടെ ഇടയിൽ നടക്കുന്നത്, ലോകത്തിൽ നടക്കുന്നത്, പ്രകൃതിയിൽ നടക്കുന്നത്, ഇങ്ങനെ പല അടയാളങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ, എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന, മശിഹയെ അംഗീകരിക്കുന്ന, യേശുവിൻ്റെ മടങ്ങിവരവ് അംഗീകരിക്കുന്ന, മടങ്ങിവരവിനെ കാത്തിരിക്കുന്ന നിങ്ങൾ യേശുവിൻ്റെ കൂടെ പോകുവാനാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് എപ്പോഴും നിങ്ങൾ ഒരുങ്ങിയിരിക്കണമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് 3 ഉപമകൾ പറയുന്നു. 3 ഉപമകളിലും നമ്മൾ മനസ്സിലാക്കുന്നത്, കുറച്ച് ആളുകൾ മാത്രമേ പോകുന്നു. അവിടെ ആദ്യത്തെ പറയുന്ന ഉപമ അവിശ്വസ്തദാസനും ബുദ്ധിമാനായ വിശ്വസ്തദാസനും. അപ്പം ബുദ്ധിമാനായ വിശ്വസ്തദാസനുണ്ട്, അവിശ്വസ്തദാസനുണ്ട്. അതിൽ ബുദ്ധിമാനായ ദാസൻ കർത്താവിനോട് കൂടെ പോകുന്നു. എന്നാൽ അവിശ്വസ്തനായ മുടിയനായ ദാസൻ, പ്രൈസ് ലോർഡ്, അവൻ കപടഭക്തിക്കാരോട് കൂടെ പങ്ക് കിട്ടുന്ന നിത്യനരകത്തിലേക്ക് അവൻ തള്ളപ്പെടുന്നു എന്നതവിടെ കാണും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറച്ചാളുകളെ പോവുകയുള്ളൂ. അതാരായിരിക്കും? ബുദ്ധിമാനായ വിശ്വസ്ത ദാസനായിരിക്കും. അവിടെ എഴുതിയിരിക്കുന്നത്, ആ ദാസനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, തൻ്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന്
അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ. അപ്പം തൻ്റെ വീട്ടുകാർക്ക്, അതായത് അത് ഒന്ന് ചെറിയ വ്യാഖ്യാനം അവിടെ ആവശ്യമുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ സഭ വീടായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായ ലേഖനം 3:6 വീട്ടുടയവൻ കർത്താവാണ്. മത്തായി 10:25 വീട്ടുകാർ സഭയിലെ വിശ്വാസികളാണ്. മത്തായി 10:25. അപ്പോൾ തീർച്ചയായിട്ടും ആഹാരം കൊടുക്കുവാൻ വെച്ച ദാസൻ അവിടെ സഭയിലെ ദൈവദാസന്മാർ, അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് ദൈവം ആക്കി വെച്ചിരിക്കുന്ന വ്യക്തികൾ. പ്രൈസ് ലോർഡ്, ചിന്തിച്ചു നോക്കുക. അപ്പോൾ ആ തക്ക സമയത്ത് തൻ്റെ ഹല്ലേലൂയ സ്തോത്രം ദൈവസഭയിലെ ജനത്തിന് ആഹാരം കൊടുക്കുന്ന ആക്കി വെച്ച വിശ്വസ്തദാസനായിരിക്കണം. അപ്പം ആ വിശ്വസ്തദാസനെ മാത്രമേ, അവൻ ബുദ്ധിമാനായിരിക്കും. അവൻ എപ്പോഴും തൻ്റെ ജനത്തിന് ആഹാരം കൊടുക്കുവാൻ അവൻ സദാ സന്നദ്ധനായിരിക്കണം. പ്രൈസ് ലോർഡ്, എത്ര മനോഹരമാണ് ദൈവമക്കളെ. അപ്പോൾ പ്രൈസ് ലോർഡ്, എന്നാൽ ഇവിടെ അവിശ്വസ്തനായ, മുടിയനായ, ദുഷ്ടനായ ദാസനെക്കുറിച്ച് കാണുന്നത് യജമാനൻ വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടിട്ട് അവൻ സ്തോത്രം തൻ്റെ സഭയെ, അല്ലെങ്കിൽ ദൈവസഭയെ എന്താ ചെയ്തതെന്നറിയാമോ? അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിക്കുവാനും കുടിയന്മാരോടുകൂടി തിന്നുകുടിക്കുവാനും തുടങ്ങിയത്. അപ്പോൾ ആ സഭയെ മുടിച്ചു കളയുന്ന ദാസന്മാർ. നോക്ക്, ഒരു സഭ എന്നുള്ളത് ദൈവത്തിന് എത്ര പ്രാധാന്യമുള്ളതാണ്. അതിനെ മുടിച്ചു കളയുന്ന ഒരു ദാസനെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ ദാസന് പറ്റിയ അബദ്ധം എന്താണ്? വളരെ കാലമായി യജമാനൻ മടങ്ങി വരുന്നില്ല. അപ്പം കർത്താവ് പറയുകയാണ്, നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഒരുങ്ങിയിരിക്കുക. അപ്പോൾ ബുദ്ധിമാനായ വിശ്വസ്തദാസൻ എപ്പോഴും അവനറിയാം തൻ്റെ യജമാനൻ മടങ്ങി വരുന്നു എന്നറിഞ്ഞിട്ട് എല്ലായ്പ്പോഴും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സഭയിലെ ദൈവത്തിൻ്റെ ജനത്തിന് ഹല്ലേലൂയ വീട്ടുടയവനായ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഏൽപ്പിച്ച ആ ദൗത്യം താൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവനെ സംബന്ധിച്ചോളം അവനൊരു പ്രതിഫലമുണ്ട്. യജമാന്റെ സന്തോഷത്തിലേക്ക് അവൻ പ്രവേശിക്കും. അപ്പം എല്ലാ ദാസന്മാരും യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നതും നമ്മൾ അറിയുന്നു. രണ്ടാമത്തെ ഉപമ 10 കന്യകമാരുടെ ഉപമ അവിടെ എഴുതിയിട്ടുണ്ട്. 5 പേര് വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണ എടുത്തു. അപ്പോൾ വിളക്കൊണ്ട് പാത്രത്തിൽ എണ്ണയും അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന ബുദ്ധിയുള്ള 5 കന്യകമാരെന്ന്. അപ്പൊ ബുദ്ധിയുള്ളവർ വിളക്കെടുത്തു, അപ്പോൾ തന്നെ പാത്രത്തിൽ ഹല്ലേലൂയ എണ്ണയും എടുത്തു എന്ന് കാണുന്നുണ്ട്. അപ്പൊ ആ എല്ലാവരും സ്തോത്രം ഹല്ലേലൂയ അവിടെ യജമാനന്റെ ഹല്ലേലൂയ സ്തോത്രം മണവാളന്റെ അടുക്കിലേക്ക് കയറിപ്പോയില്ല. കുറച്ചുപേർ ഇവിടെയും നോക്കണം, എല്ലാവരും പോകുന്നില്ല, കുറച്ചു പേര് മാത്രമേ പോകുന്നുള്ളൂ. ആ പോകുന്ന ആളുകളെ അവിടെ എഴുതിയിരിക്കുന്നത് ബുദ്ധിയുള്ള കന്യകമാരാണ്. സ്തോത്രം. ഇവർക്ക് പറ്റിയ അബദ്ധം, 2 അബദ്ധം ഇവർക്ക് പറ്റി. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണം, വിളക്കെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. വിളക്കിൽ തിരിയുണ്ട്. ഹല്ലേലൂയ. വിളക്കിനകത്ത് എണ്ണയുണ്ട്. വിളക്ക് കത്തുന്നുമുണ്ട്. അപ്പോൾ എടുത്തപ്പം വിളക്കിനകത്ത് ഒരു കുഴപ്പമില്ല. ഈ സഭയെ ഇത് രേഖപ്പെടുത്തുക. സ്തോത്രം. പക്ഷേ അതിൻ്റെ കൂടെ ഒരല്പം എണ്ണയും കൂടി കരുതിയില്ലവർ. ബുദ്ധിയുള്ളവർ എണ്ണ പാത്രത്തിൽ വേറെ കൊണ്ടുവന്നവർ, അവർ വേറെ പാത്രത്തിൽ എണ്ണയും കൂടെ കൊരുതിക്കൊണ്ട് നടക്കുന്നത്. വിളക്കിലെ എണ്ണ തീർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും സ്തോത്രം തീരുമ്പോൾ വീണ്ടും ഒഴിക്കത്തക്ക രീതിയിൽ പാത്രത്തിൽ എണ്ണയും കൂടെ അവർ എടുത്തിരുന്നു. എന്നാൽ സ്തോത്രം ബുദ്ധിയില്ലാത്തവർ, അവർക്ക് അവരുടെ വിളക്കുണ്ടായിരുന്നു, ആ വിളക്കിനകത്ത് എണ്ണയുണ്ടായിരുന്നു, ആ എണ്ണ സ്തോത്ര ഹല്ലേലൂയ സ്തോത്രം തിരിയുണ്ടായിരുന്നു, കത്തുന്നുമുണ്ട്. പക്ഷേ അവർക്കൊരു കാര്യം അറിയാതെ പോയി. ഈ വിളക്ക് എപ്പോഴെങ്കിലും ഈ എണ്ണ തീർന്ന് അരിന്തിരി എരിയും,
അല്ലെ അത് എണ്ണ തീരുമ്പോൾ ഇത് കെട്ടുപോകും എന്ന് അവർക്ക് മനസ്സിലാകാതെ പോയി എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ സ്തോത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്നുള്ളത് സ്തോത്രം, എണ്ണ ശേഖരിച്ചെപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പാത്രത്തിൽ ഉണ്ടായിരിക്കണം. ഏതു സമയത്തും മണവാളൻ വരും. രണ്ടാമത് അവർക്ക് പറ്റിയ അബദ്ധം സ്തോത്രം, അവർ മയങ്ങി ഉറങ്ങിയെന്ന ഈ 10 പേരും മയക്കത്തിലേക്ക് പോയി. അപ്പോൾ നനയ്ക്കാത്ത നാഴികയിൽ മണവാളൻ എപ്പോൾ വരുമെന്നറിയയില്ല. നനയ്ക്കാത്ത നാഴികയിലാണ് വരുന്നത് സ്തോത്രം. പക്ഷേ ഉറങ്ങിയ കൂട്ടത്തിൽ സ്തോത്രം ബുദ്ധിയുള്ളവരും ഉറങ്ങിപ്പോയി എന്നാണ് ഇവിടെ കാണുന്നത്, അല്ലാതെ ബുദ്ധിയില്ലാത്തവർ മാത്രമല്ല. പക്ഷേ ഹല്ലേലൂയ, മണവാളന്റെ വരവിൻ്റെ ആർപ്പിൻ്റെ ശബ്ദം എല്ലാവരും കേട്ടു സ്തോത്രം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. പക്ഷേ പ്രൈസ് ലോർഡ്, നോക്കണം, എണ്ണ സ്തോത്രം വിളക്കിൽ കത്തിക്കപ്പെടുമ്പോൾ നോക്കണം, പ്രൈസ് ലോർഡ്, ശേഖരിച്ചു വെച്ച എണ്ണ കുറച്ചു പേരുടെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പകൽക്കാലം നാം അറിയേണ്ട ഒരു മേഖല, പ്രൈസ് ലോർഡ്, ഉറക്കവും മയക്കവും നമുക്ക് ദോഷം ചെയ്യും. എണ്ണ എപ്പോഴും ശേഖരിച്ചു വെക്കുന്നവരും ഹല്ലേലൂയ ആയിരിക്കണം സ്തോത്രം. ഇതെപ്പോഴെങ്കിലും തീരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഉപമയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു മേഖല, എല്ലാവരും പോകുന്നില്ല. നനയ്ക്കാത്ത നാഴിക എന്ന് വെച്ചാൽ മണവാളൻ വരാൻ താമസിക്കുന്നു എന്നുള്ളതാണ് അവിടെയും പ്രശ്നമായി പോയത്. പ്രൈസ് ലോർഡ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ബുദ്ധിയുള്ളവർ പാത്രത്തോടു കൂടി ഹല്ലേലൂയ സ്തോത്രം എണ്ണ കരുതിയിരുന്നു. ഒരല്പം എണ്ണ അവർ കരുതി വച്ചിരുന്നു എന്നുള്ളതാണ്. യജമാനൻ വന്നപ്പോൾ ഹല്ലേലൂയ അവരുടെ വിളക്ക് തെളിഞ്ഞതും ഹല്ലേലൂയ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായത്. മൂന്നാമത്തെ ഉപമ സ്തോത്രം അവിടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് 3 സ്തോത്രം വ്യക്തികൾ. യജമാനൻ ഹല്ലേലൂയ ഒരു ദാസന്റെ കയ്യിലേക്ക് യജമാനൻ ഹല്ലേലൂയ താലന്തുകളെ കൊടുത്തിട്ട് പോകുന്നു. യജമാനൻ വളരെ കാലം താമസിക്കുന്ന അറിഞ്ഞപ്പോൾ ചില 2 സ്തോത്രം വ്യക്തികൾ അതുകൊണ്ട് വ്യാപാരം ചെയ്തു. ഒരാൾ കുഴിച്ചിട്ടു. മടിയനായ ഒരു ദാസനായിട്ട് അവിടെ കാണുന്നുണ്ട്. പ്രൈസ് അവൻ മടിയനായി പോയി എന്നുള്ളതാണ്. അവൻ സ്തോത്രം ആ നിത്യത യജമാന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പോയത്. അപ്പോൾ ഈ 3 ഉപമയും കർത്താവ് പറഞ്ഞതിൻ്റെ രഹസ്യം നനയ്ക്കാത്ത നാഴികയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരും ഹല്ലേലൂയ സ്തോത്രം മയങ്ങുന്നവരോ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ മുടിച്ചു കളയുന്നവരോ മടിയന്മാരോ ആകരുതെന്ന്. രണ്ടാമത് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ബുദ്ധിയുള്ളവരും വിശ്വസ്തരും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എപ്പോഴും സ്തോത്രം ഹല്ലേലൂയ ഉത്സാഹമുള്ളവരും ആയിരിക്കണമെന്നുള്ളതാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. യജമാനൻ ഹല്ലേലൂയ സ്തോത്രം വരുമ്പോൾ ഉത്സാഹിയായ ബുദ്ധിയുള്ള പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഉറങ്ങാത്ത ഹല്ലേലൂയ വിശ്വസ്തനായ ദാസന്മാരെ ചേർക്കുകയുള്ളൂ. അതുകൊണ്ട് ആ മേഖലയിൽ ഒരുങ്ങിയിരിക്കാൻ ഹല്ലേലൂയ നമുക്കിടയാകട്ടെ. നമ്മുടെ മണവാളൻ വരാൻ താമസിക്കുന്നില്ല. കർത്താവ് പറയുന്നു, നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഹല്ലേലൂയ സ്തോത്രം. കാലം ഹല്ലേലൂയ സ്തോത്രം പ്രകൃതി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ജാതികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇതിൻ്റെ മേഖലയെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ അടയാളത്തിൻ്റെ ഒരുക്കം അവിടെ എല്ലാം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഒരുക്കങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒരുങ്ങാം. പ്രൈസ് ലോർഡ്. യജമാനന് വേണ്ടി കാത്തിരിക്കാം. വിളക്ക് തെളിയിക്കുന്നവരായി പ്രൈസ് ലോർഡ് ഹല്ലേലൂയ യജമാനൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കുന്നവരായി തീരാൻ നമുക്കിടയായി തീരട്ടെ. അവിടെ എല്ലാവരും പ്രവേശിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. ചിലർ തള്ളപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നാം ആകാതെ ഒരുങ്ങിയിരുന്ന് യജമാന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിലാകാൻ ഈ പ്രഭാതത്തിൽ വചനത്തിലൂടെ ജനത്തെ പ്രബോധിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ പ്രബോധനം തരുന്നത് കൊണ്ട് ഞാൻ ഈ വചനം പറഞ്ഞ് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, നിത്യനായ കർത്താവേ, അപ്പാ, പ്രകൃതി ഒരുങ്ങുന്നു അങ്ങയുടെ വരവിന് വേണ്ടി. ഹല്ലേലൂയ. ജാതികൾ ഒരുങ്ങുന്നു. കഥേ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ.
എല്ലായിടത്തും യഹൂദന്മാർ ഒരുങ്ങുന്നു. അതേ കർത്താവേ സ്തോത്രം, എല്ലായിടത്തും ആ ഒരുക്കം ഞങ്ങൾ കാണുന്നുണ്ട് കർത്താവേ. സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഇതെല്ലാം ഒരുക്കത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഞങ്ങൾ അറിയുന്നു കർത്താവേ, അരിമനാഥൻ്റെ വരവിൻ്റെ ഏറ്റവും അടുത്ത് ഞങ്ങളായിരിക്കുന്നുവെന്ന്. ഞങ്ങളെ തന്നെ ഒരുക്കി കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, അങ്ങയുടെ സന്തോഷത്തിലേക്ക്, അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നിത്യ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ബുദ്ധിയുള്ളവരായി ഞങ്ങൾ നിൽക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും കർത്താവെ ഞങ്ങൾ ഒരുങ്ങുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ നടത്തണം, മഹത്വം എടുക്കണം. സകലവും ഞങ്ങൾക്ക് ആയോജ്യം വെച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജന തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.